വന്യരായ ഫളിൽ തങ്ങൾ, നമ്മളൊക്കെ ജനിച്ച സമയം മുതൽ ചെറിയ കുഞ്ഞായിരിക്കുന്ന കാലഘട്ടം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമാണ് ഫളിൽ തങ്ങളുടെ മുഖം. നമ്മുടെ നാടുകളിലൊക്കെ എവിടെ മഹത്തുക്കളുടെ ഉറൂസ് ഉണ്ടെങ്കിലും, എവിടെ നല്ല മജ്ലിസുകളുണ്ടെങ്കിലും, വാളിൻ്റെ വേദികളുണ്ടെങ്കിലും, നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ തങ്ങളെ കാണും, എവിടെയും കാണും. ഷെയ്ഖുനായുടെ വിസ്വാലിന് ശേഷം, വഫാത്തിന് ശേഷം അവിടുത്തെ ഉറൂസായാൽ പിന്നെ തങ്ങൾ മടവൂരിൽ തന്നെ. അപ്പോൾ തങ്ങൾ ഓരോ സമയത്ത് തങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ്, ചില സമയത്ത് കന്തൂറ ധരിച്ച് തങ്ങൾ കറുത്ത തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ മക്കാമിലൊക്കെ വളണ്ടിയർ ആ കാർഡ് ഇങ്ങനെ എടുത്ത് കുത്തിയിട്ടുണ്ടാവും. തങ്ങളെ ചിലപ്പോൾ മക്കാമിൽ ഉറൂസിന് സ്റ്റേജിൽ അവിടെ കാണും, ചിലപ്പോൾ സദസ്സിൽ ഇവിടെ ഇരിക്കുന്നത് കാണും, ചിലപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഈ വളണ്ടിയർ അതും കുത്തിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നൊരു വണ്ടിയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ തങ്ങൾ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് കാണും. CM സെൻറ്ററിലായാലും ഷെയ്ഖുനാൻ്റെ ഉറൂസ് നടക്കുമ്പോൾ അവിടെ കാണും. അങ്ങനെ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, ഉറൂസിൻ്റെ ഒക്കെ മജ്ലിസുകൾ, ആ മജ്ലിസുകളിലൊക്കെ തങ്ങളെ മുഖം ആളുകൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അത് മഹാന്മാരെ സ്നേഹിക്കുക, അവരുമായി ബന്ധപ്പെടുക, അവരുമായിട്ട് ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെടുക, അത് തന്നെയായിരുന്നു അവരുടെ ജീവിത വൃതം. മഹാന്മാർ പറഞ്ഞല്ലോ, ഫസ്ഹബ് ഉനാസൻ ഹമ്മുഹും ഖല്ലാഖുഹും വലഹും ഇലൈഹി ബിറൂഹിഹിം ഇസ്റാഉ. അല്ലാഹു എന്ന ചിന്തയിലായി ജീവിക്കുന്ന, അല്ലാഹിയായ ചിന്തയിലായി സമയം ചെലവഴിക്കുന്ന ആളുകൾ, വസ്ഹബ് ഉനാസൻ ഹമ്മുഹും ഖല്ലാഖുഹും, അത്തരം ആളുകളുമായി നിങ്ങൾ സഹവസിച്ചുകൊണ്ടേയിരിക്കണം. വലഹും ഇലൈഹി ബിറൂഹിഹിം ഇസ്റാഉ. ഹബീബായ തങ്ങൾക്ക് അല്ലാഹു പ്രത്യേകമായ ഇസ്റാഉം മിഅ്റാജും നടത്തിയതുപോലെ മഹത്തുക്കളായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ, അവർക്ക് ആത്മാവിൻ്റെ ലോകത്ത് പ്രത്യേകമായ ഇസ്റാഉകൾ, മിഅ്റാജുകൾ, സഞ്ചാരങ്ങളുണ്ട്. മഹാന്മാരായ ഇമാമുകൾ കിതാബുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അത്തരം മഹത്തുക്കളുമായി സഹവസിച്ചുകൊണ്ട് ജീവിക്കുക, അവരുമായി ബന്ധം സ്ഥാപിച്ച് അതിൽ എല്ലാത്തിനും പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ജീവിക്കുക, ഇതായിരുന്നു തങ്ങളുടെ ജീവിതം. അത് വളരെ പാരമ്പര്യമായിട്ടുള്ളതാണ്. ഹബീബായ തങ്ങളെ കുടുംബത്തിൽ ജനിച്ചു, അതിലപ്പുറം പ്രത്യേകിച്ച് മഹത്തുക്കളായ മശായിഖുമാരുമായി ബന്ധം സ്ഥാപിച്ച കുടുംബം. തങ്ങളെ ഉപ്പ, നമ്മുടെ നാടുകളിലൊക്കെ കൂട്ടാക്കിൽ തങ്ങൾ അല്ലെങ്കിൽ ഉദ്യാപുരം തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധരായ കിഴക്കോത്ത് കച്ചേരിമുക്കിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വന്യരായ സയ്യിദ് ഹുസൈൻ കോയ തങ്ങൾ, മഹാനവർകളെ മുരീദായി അവരുടെ റാത്തീബൊക്കെ കൊണ്ട് നടന്നുകൊണ്ട് ജീവിച്ച ആളായിരുന്നു തങ്ങളുടെ ഉപ്പ. അങ്ങനെയാണ് തങ്ങൾക്ക് ഹുസൈൻ കോയ എന്ന് പേര് വെക്കുന്നത് പോലും. ചെറിയ പ്രായത്തിൽ തന്നെ ആ ഉപ്പയുടെ കൂടെ ജീവിച്ച് മഹത്തുക്കളുമായിട്ടുള്ള ബന്ധം. കൂട്ടാക്കിൽ തങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നക്ഷബന്ദിയത്തെ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച, താനൂര് അസ്റാറുൽ മുഹഖിഖീൻ പോലെയുള്ള പല ഗ്രന്ഥങ്ങളുടെയും കർത്താവായ നമ്മളെ മഹാനരായ കായൽപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലഫ് അലിഫിൻ്റെ മുസന്നിഫ് ഉമറുൽ ഖാഹിരി തങ്ങൾ, മഹാനവർകളെ അല്ലഫ് അലിഫിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള അവാരിഫുൽ മആരിഫ് രചിച്ചിട്ടുള്ള മഹാനരായ താനൂർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു, ഷെയ്ഖുനാക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു. ആ അവാരിഫുൽ മആരിഫ്, അതായത് അല്ലഫ് അലിഫിന് വ്യാഖ്യാനമായി അബ്ദുറഹ്മാൻ നഖ്ശബന്ദി തങ്ങൾ താനൂർ ഷെയ്ഖ് രചിച്ചിട്ടുണ്ട് അവാരിഫുൽ മആരിഫ്. ഷെയ്ഖുന പ്രത്യേകം അതിനെ പരിഗണിച്ചുകൊണ്ട് പലരോടും സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. രണ്ട് വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഷെയ്ഖുനയായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്ന തലശ്ശേരിക്കാരനായ, അവസാനം അടവൂരിൽ താമസമാക്കിയ മദനി ഉസ്താദ്, അവരോട് ഷെയ്ഖുന അതിൻ്റെ വലിയ മഹത്വം പറഞ്ഞത് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ് തങ്ങളുടെയൊക്കെ മശായിഖുമാരിൽപ്പെട്ട നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷെയ്ഖ് നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു മഹാനവർകളുടെ പരമ്പരയിലാണ്. അവർ കൂട്ടാക്കിൽ തങ്ങൾ അവരെ പിന്മുറക്കാരായിട്ട് വന്നിട്ടുള്ളവരാണ്. അങ്ങനെ ജീവിച്ചിട്ടുള്ള അവരുടെ മുരീദായി, അവരുടെ കൂടെ സ്വഹബത്തിലായി ജീവിച്ചവരാണ് തങ്ങളുടെ ഉപ്പ. അങ്ങനെയാണ് ഉപ്പ തങ്ങൾക്ക് ഹുസൈൻ കോയ എന്ന് പേര് വെക്കുന്നത് പോലും. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ
കുടുംബങ്ങൾക്കൊക്കെ അറിയണ സംഭവമാണ്. തങ്ങൾക്ക് 6 or 7 വയസ്സുള്ള സമയം വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒരു ടെമ്പോ വാൻ തങ്ങളെ ഇടിച്ചു. തങ്ങൾ മരണപ്പെട്ടു എന്ന രൂപത്തിലായി. തങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റലൈസ് ചെയ്ത് നിൽക്കുന്ന സമയം ഒന്നരായ ഷെയ്ഖുന ആ വീട്ടിലേക്ക് കയറി വരികയാണ്. വീട്ടിൽ ഉമ്മയാണുള്ളത്. ഉമ്മ വലിയ പ്രയാസം ഷെയ്ഖുനായോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ ഇങ്ങനെയാണുള്ളത്, മരണപ്പെട്ടു പോയി എന്ന രൂപത്തിലാണ് ആളുകളുടെ സംസാരം എന്ന് പറയുമ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ആവശ്യപ്പെട്ടു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഷെയ്ഖുന ആ കിണറ്റിൽ നിന്ന് കോരിയ ആ ബക്കറ്റിൽ തന്നെ ഷെയ്ഖുന നേരെ വായ വെച്ചുകൊണ്ട് വെള്ളം കുടിക്കുന്നു. കുടിച്ചിട്ട് വെള്ളം ചുറ്റുഭാഗത്തേക്ക് ഇങ്ങനെ തുപ്പുന്നു. വായിൽ ബാക്കിയുള്ള വെള്ളം ചുറ്റുഭാഗത്തേക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ട് ഷെയ്ഖുന പറഞ്ഞു, അത് സിഹറായിരുന്നു, ഞാൻ ബാത്തിലാക്കിയിട്ടുണ്ട്, അവർക്ക് ഞാൻ ഹയാത്തിട്ടു എന്ന് വന്യരായ ഷെയ്ഖുന പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് തങ്ങൾ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. തങ്ങളുമായി ഇടപഴകിയ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ ഷെയ്ഖുന ഹയാത്തിട്ടു എന്ന് പറഞ്ഞതിന് ശേഷമുള്ള തങ്ങളെ ജീവിതം, അതുവരെ തങ്ങൾ മദ്രസയിലൊക്കെ പോയിട്ട് വരിക, അങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ വളരെ ക്ലിയറായി, ആർക്ക് കണ്ടാലും പ്രത്യേക വ്യത്യാസങ്ങളൊന്നും തോന്നാത്ത രൂപത്തിലുള്ള സംസാരങ്ങളും രീതികളൊക്കെ ആയിരുന്നു. പിന്നീടാണ് നമ്മളൊക്കെ തങ്ങളെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന പോലെ പ്രത്യേകമായ ഒരു ഹാല് തങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതും ജനങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നൊരു രൂപം ഉണ്ടായതും ഷെയ്ഖുന ഹയാത്തിട്ടു എന്ന് പറഞ്ഞ് രണ്ടാമത് തങ്ങൾ ജീവിതത്തിലേക്ക് വന്ന സമയത്താണ് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്.